പോലീസിൽ വരുത്തുന്ന ചില സമൂലമായ മാറ്റങ്ങൾ ഞാൻ ഒരിടത്തും പറയാത്തത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കേരള പോലീസിനെ കൂടുതൽ പീപ്പിൾ ഫ്രണ്ട്ലി ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനെ ജനങ്ങൾ കുറ്റം ചെയ്യാത്തവരാരും പോലീസിനെ പേടിക്കണ്ട. അപ്പോൾ തെറ്റ് ചെയ്യുന്നതും കുറ്റം ചെയ്യുന്നതും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയവർ മാത്രമേ പോലീസിനെ പേടിച്ചാൽ മതി. കേരളത്തിലെ പോലീസ് 15-ാം തീയതി ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനും അവിടെ പല പോലീസ് സ്റ്റേഷനും കയറാൻ പോലും പറ്റില്ല. എല്ലാ പോലീസ് സ്റ്റേഷനും വൃത്തിയാക്കും. എല്ലാ പെയിൻ്റ് അടിക്കേണ്ടത് എല്ലായിടത്തും പെയിൻ്റ് അടിക്കും. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരേ പെയിൻറ്റ് എല്ലാ പോലീസ് സ്റ്റേഷനും ഇനി മുതൽ ഒരേ പെയിൻ്റ് ആയിരിക്കും. പോലീസ് സ്റ്റേഷൻ കണ്ടാൽ ആളുകൾക്ക് മനസ്സിലായി ഇത് പോലീസ് സ്റ്റേഷനാണ്, ആ കളർ കണ്ടാൽ. അപ്പോൾ ഓഗസ്റ്റ് 15-ന് മുമ്പ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക, പെയിൻ്റ് അടിച്ച് ജനങ്ങൾക്ക് ഈ പോലീസ് സ്റ്റേഷൻ കണ്ടാൽ ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പൊതുജനങ്ങൾ പരാതിയുമായി വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരാളിനോട് അവിടെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാനുള്ള സംവിധാനം ഉണ്ടാകും. പോലീസിനെ കണ്ട് ആരും പേടിച്ചോടേണ്ട കാര്യമില്ല. കുറ്റം ചെയ്യാത്തവർ, കുറ്റവാളികളാണ് ഈ പേടിച്ചോടുന്നത്, അല്ലാത്തവർ ഓടേണ്ട കാര്യമൊന്നുമില്ല. പോലീസിനെ നയിക്കുന്നത് നിയമങ്ങളാണ്. ഭാരതീയ സംഹിത അല്ലേ, പണ്ട് CRPC IPC ആണെങ്കിൽ ഇപ്പോൾ ഭാരതീയ സംഹിത പ്രകാരം BNS ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ടോട്ടലി മാറ്റം വരുത്തുകയാണ്. നേരത്തെ പോലീസ് സ്റ്റേഷനിലെ SHO എന്ന് പറയുന്നത് CI ആയിരുന്നു. കേരളത്തിലെ 478 പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത് CI ആയിരുന്നു. അത് മാറ്റുകയാണ്. ഓഗസ്റ്റ് 15 മുതൽ SIക്കായിരിക്കും പോലീസിൻ്റെ SHO മുഴുവൻ സ്റ്റേഷൻ 64 ഒഴിച്ച്. ഇപ്പോൾ എറണാകുളം പോലെയുള്ള വലിയ പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരം സെൻട്രൽ പോലെയുള്ള പോലീസ് സ്റ്റേഷൻ, അങ്ങനെ കോഴിക്കോട്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 64 സ്റ്റേഷനുകൾ, ഏറ്റവും തിരക്കുള്ള സിറ്റി കേന്ദ്രീകൃതമായ പോലീസ് സ്റ്റേഷൻ ഒഴിച്ച്, അത് 64 എണ്ണമുണ്ട്, അതൊഴിച്ച് എല്ലാ പോലീസ് സ്റ്റേഷനിലെയും SHO എന്ന് പറയുന്നത് ഇനി SIമാരായിരിക്കും. പണ്ടതായിരുന്നു, പിന്നീട് മാറിയതാണ്. അപ്പോൾ പുതുതായി വരുന്ന ഒരു SI, റിക്രൂട്ട് ചെയ്ത് വരുന്ന ഒരു SIക്ക് ആ പോലീസ് സ്റ്റേഷൻ്റെ SHO ആകാനുള്ള അവസരമാണ്. അപ്പോൾ CIയുടെ ജോലി എന്താണ്? CIക്ക് 3-4 പോലീസ് സ്റ്റേഷൻ കൊടുക്കും, സൂപ്പർവൈസറി അധികാരമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ CI പോലീസ് സ്റ്റേഷൻ്റെ SHO ആണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള SIമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ജോലിയില്ല. അവർ പലപ്പോഴും ജോലിയൊന്നും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അവർ നിരാശരുമാണ്. CI നിരാശരാണ്. കാരണം CIക്ക് വേറെ 4 പോലീസ് സ്റ്റേഷനിൽ ചുമതലയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലെ SHO ആയി. അതിന് അവർക്ക് നിരാശരായിരുന്നു. അതോടൊപ്പം തന്നെ DYSP 8-10 പോലീസ് സ്റ്റേഷൻ്റെ സൂപ്പർവൈസറി ചാർജായിരുന്നു. അവർക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ ഈ പഴയ സിസ്റ്റമാണ് നൽകിയ. ഞാൻ DGPയോട് നേതൃത്വം ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ഇതിനെപ്പറ്റി പഠിച്ച് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് നൽകി. ഗവൺമെൻറ് ആ റിപ്പോർട്ട് പഠിച്ച ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനപ്രകാരം ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്കായിരിക്കും. തിരക്കുള്ള കൂടുതൽ പെറ്റീഷനുള്ള 64 സ്റ്റേഷനിൽ മാത്രം CIമാരായിരിക്കും SHOമാർ. അങ്ങനെ വലിയൊരു മാറ്റം കേരള പോലീസിൽ വന്നു ചേരുകയാണ്. അത് ഓഗസ്റ്റ് 15 മുതൽ. അതിനു മുമ്പ് ഇവർക്കെല്ലാം പ്രോപ്പർ ട്രെയിനിങ്, SIമാർക്ക്, CIമാർക്ക്, DYSPമാർക്ക് ഉൾപ്പെടെ, SP ഉൾപ്പെടെ എല്ലാവർക്കും പോലീസ് DGP തന്നെ പ്രത്യേക നിർദ്ദേശിച്ച DGP തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം പ്രത്യേക ജില്ലാതലങ്ങളിൽ പരിശീലനം നൽകുന്നതാണ്. അപ്പോൾ പോലീസിൻ്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായൊരു ദൗത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഇന്ന് ക്രൈമിൻ്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. പണ്ടാണെങ്കിൽ ആരെങ്കിലും 10 രൂപ മോട്ടിച്ചു അല്ലെങ്കിൽ 50 രൂപ മോട്ടിച്ചു
ഏതെങ്കിലും കടയിൽ കയറി അടിയുണ്ടാക്കി, അങ്ങനെയല്ല. ഇന്ന് ക്രൈംസ് തന്നെ മാറിയിരിക്കുന്നു. ഇന്നത്തെ ക്രൈംസ് എന്താണ്? ഇന്നത്തെ ക്രൈംസ് ക്രിപ്റ്റോ കറൻസിയുടെ പേരിലുള്ള ക്രൈം. ഇന്നത്തെ ക്രൈം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. ക്രൈംസ് എന്ന് പറയുന്നത് പലതരത്തിൽ ആധുനിക സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൈംസ് വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനിയും ഉണ്ടാകുന്നത്. കാരണം അവർക്ക് വേണ്ട പരിശീലനം നൽകുക. പോലീസിന് ഇപ്പോഴത്തെ ക്രൈംസ് എല്ലാവർക്കും കമ്പ്യൂട്ടറൈസേഷനുള്ള പരിശീലനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നൽകി കഴിഞ്ഞിരിക്കുന്നു. എവിടെയെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് പരിശീലനം നൽകും. പുതിയ ക്രൈംസ് നേരിടാനുള്ള പരിശീലനം പോലീസിന് നൽകും. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ക്രൈംസ് വളരെ വർദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആക്ഷേപിക്കുക, അപമാനിക്കുക, ഇതൊക്കെ നിരന്തരമായി നടന്നു. ഇതിനൊക്കെ നിയമമുണ്ട്, ഇതൊക്കെ തടയാൻ നിയമങ്ങളുണ്ട്. അതൊക്കെ ഫലപ്രദമാക്കുക. അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ ഉണ്ടാകുന്നു ധാരാളമായി. അപ്പോൾ ഇതിനെയൊക്കെ ചെക്ക് ചെയ്യത്തക്ക നിലയിൽ അവർക്ക് പോലീസിന് പരിശീലനം നൽകാൻ ഉള്ള വ്യക്തമായ ധാരണകളോട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ആളുകളെ കബളിപ്പിക്കുക, ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബോർഡ് വെച്ചിട്ട് ആളുകളെ വിട്ട് പണം വാങ്ങിയിട്ട് 2 മാസം പലിശ കൊടുക്കും, പിന്നെ 3-ാം ദിവസം ആൾ മുങ്ങും. എത്രയോ കേസുകളാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അത്തരം കേസുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഫലപ്രദമായ നടപടികൾ വരും ദിവസങ്ങളിൽ കേരള പോലീസ് സ്വീകരിക്കാൻ പോവുകയാണ്. ആർക്കും ഇപ്പം നാട്ടിൽ ബോർഡ് വെച്ചിട്ട് ആളുകളുടെ നിന്ന് പണം വാങ്ങി, ഇത് എന്തൊരു ഏർപ്പാടാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് ബോർഡും കയറി വെക്കുക, ആരുടെ അനുവാദവും വേണ്ട, ഒന്നും വേണ്ട. ബോർഡ് വെക്കുക, ആ 4 സ്ത്രീകളെ പുരുഷന്മാരെ റിക്രൂട്ട് ചെയ്യുക, അവർ പോയി ആളുകളുടെ നിന്ന് പണം വാങ്ങിക്കുക, കുറേ കഴിയുമ്പോൾ ആൾ മുങ്ങുക. ഇയാളെ എവിടെ പോയെന്ന് അറിയത്തില്ല. അവസാനം ഈ പാവങ്ങൾ പെൻഷൻ്റെ കാശും മറ്റേതും മറിച്ച് അവരുടെ വീട്ടിലെ മുഴുവൻ സ്വത്തുക്കളും കൊണ്ട് അവിടെ കൊടുക്കുക, സ്ഥലം വിടുക. ഇത്ര കേസുകളാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടെത്താനുള്ള ചില പുതിയ സംവിധാനങ്ങൾ കേരള പോലീസ് ഏർപ്പെടുത്തി. എല്ലാം ഞാനിവിടെ വെച്ച് വിശദമാക്കുന്നില്ല, ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് കേരള പോലീസ് പ്രവർത്തിക്കും. പോലീസിനെ പറ്റി പരാതി ഉണ്ടെങ്കിൽ അത് പരാതി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി പുതുതായി നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസിലൊരു സമൂലമായ ഞാൻ മുൻ DGPമാരുമായി, റിട്ടയർ ചെയ്ത മുൻ DGPമാരുമായിട്ട് വളരെ വിശദമായി ഞാൻ ചർച്ച ചെയ്തു. അവർ കുറേ നിർദ്ദേശങ്ങൾ നൽകി. ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മളൊക്കെ നേരിടുന്ന? ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ മാസങ്ങളോളം അതിൻ്റെ പിന്നാലെ നടന്നാലും പരിഹാരമില്ല. പെറ്റീഷൻ ഡിസ്പോസൽ. ഒരു പെറ്റീഷൻ ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവൻ 10-20 തവണ നടന്നാലും പരിഹാരം ഉണ്ടാകുന്നില്ല. അതിന് ഒരു പരിഹാരം ഉണ്ടാകും. അതിന് പോലീസ് ഓഡിറ്റ് നടത്താൻ തീരുമാനിക്കുകയാണ്. പോലീസ് ഓഡിറ്റ്, ഒരു സ്റ്റേഷനിൽ എത്ര പരാതി വന്നു, എത്ര പരിഹരിക്കപ്പെട്ടു. ചില പോലീസ് അന്വേഷിച്ചിട്ട് ഇപ്പോൾ പരിഹരിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല, ഡിസ്പോസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് പ്രത്യേകമായി പോലീസിന് നൽകും. അതേപോലെ ഇത്തരം പരാതികൾ നൽകുന്ന ആളുകൾക്ക് വിവരങ്ങൾ അറിയിക്കണം. അവർ അറിയാതെ തെക്ക് വടക്ക് നടക്കുകയാണ്, എന്താ അറിയാതെ, അതിനുള്ള സംവിധാനമുണ്ട്. ഇതെല്ലാം ഒരു 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 സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള തീരുമാനമാണ്. ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ അറിയാം ഏത് പോലീസ് സ്റ്റേഷനിൽ എത്ര FIR രജിസ്റ്റർ ചെയ്യുമെന്ന് അറിയാനുള്ള സംവിധാനം. കമ്മീഷണർക്ക് അറിയാൻ പറ്റും ഓരോ പോലീസ് സ്റ്റേഷനിൽ എത്ര. ആ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ കേസ് അന്വേഷണവും കേസ് രജിസ്ട്രേഷനും സൊല്യൂഷനും ഉണ്ടാക്കത്തക്ക പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹോം മിനിസ്റ്റർക്ക് നൽകുന്ന പരാതികളിൽ കൃത്യമായി എങ്ങനെ പരിഹാരമുണ്ടാകും എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു രൂപം ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ കേരള പോലീസിനെ പൂർണ്ണമായി നവീകരിക്കാനും, ഓപ്പറേഷൻ തുഫാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഓപ്പറേഷൻ തുഫാൻ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പണ്ടും ഇവിടെ DYSP, നർക്കോട്ടിക് DYSP പണ്ടുമുണ്ട്. നർക്കോട്ടിക് DYSPയുടെ കീഴിൽ പോലീസുകാരുണ്ട്. അവരാരും അവരുടേതായ ലിമിറ്റഡ് രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഇപ്പം അങ്ങനെയല്ല. ഈ ഡ്രഗ്സിൻ്റെ അതിവ്യാപനം ഉപയോഗവും വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഓപ്പറേഷൻ തുഫാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കുകയാണ്. ഒരു IG, ഇപ്പം പുട്ട വിമലാദിത്യയാണ് എൻ്റെ കോർഡിനേറ്റർ. അദ്ദേഹം സംസ്ഥാന തലത്തിലും താഴെ 20 പോലീസ് ജില്ലകളാണ്.
പോലീസ് ഡിസ്ട്രിക്റ്റ് 20 ആ 20 സ്ഥലത്തും പ്രത്യേക ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സംവിധാനം ഉണ്ടാകും, താഴോട്ട് സംവിധാനം ഉണ്ടാകും, ഡാൻസ് സ്റ്റാഫിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. അങ്ങനെ പോലീസ് ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാർ ചുമതലപ്പെടുത്തുന്ന കോർഡിനേറ്റേഴ്സുമായി ചേർന്ന് ഇവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഫ്രോഡ് കേസുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫ്രോഡലൻ്റായിട്ടുള്ള കേസുകൾ, ഇതൊക്കെ കൃത്യമായി അന്വേഷിക്കാനും ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാനും ഉള്ള നടപടികൾ ഉണ്ടാകും. അങ്ങനെ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നവീകരിക്കപ്പെടാൻ ഉള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് നിങ്ങളെ എറണാകുളം പ്രസ് ക്ലബിൻ്റെ പത്രപ്രവർത്തകരായ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നവീകരിക്കപ്പെട്ട ഒരു പോലീസായിരിക്കും ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലുണ്ടാകുന്നത്. എവിടെങ്കിലും നവീകരിക്കപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്നെ അറിയിക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. 6632. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലെങ്കിലും അബദ്ധത്തിൽപ്പെട്ടിങ്ങനെ വരുന്ന ആളുകളെ അതാണ് മൂന്നാമത്തെ തുഫാൻ കെയർ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ് ആരംഭിച്ചത്. തുഫാൻ കെയർ കേരളത്തിലെ 35ഓളം ആശുപത്രികൾ തയ്യാറായിട്ടുണ്ട്. അവരെ ഞങ്ങൾ ബോധവൽക്കരിച്ചും ട്രീറ്റ്മെൻറ്റ് കൊടുത്തും അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് തുഫാൻ കെയർ. ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും ഇത് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് ചോദിച്ചാൽ ജീവിതകാലം മുഴുവൻ അയാൾ പ്രതിയായി അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ആളാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. അവരെ തിരികെ കൊണ്ടുവരാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എങ്ങനെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് ഞാനിപ്പോൾ പറയുന്നത് ഇവരുടെ പ്രവർത്തനത്തെ ദോഷം ചെയ്യും. അതൊക്കെ പിടിക്കും. അതാണല്ലോ ഞാൻ പറഞ്ഞത്, സെൻട്രൽ ഏജൻസീസിൻ്റെ സഹായത്തോടെ. ഇപ്പോൾ കേരള പോലീസ് ഡെപ്യൂട്ടേഷനിൽ അവിടെ ഉണ്ട്, എയർപോർട്ടുകളിലുണ്ട്, കസ്റ്റംസ് ഉണ്ട്, CRPF ഉണ്ട്, അതോടൊപ്പം തന്നെ റവന്യൂ ഇൻ്റലിജൻസ് ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. അവരുടെ യോഗ കൂടി അതിനു വേണ്ടിയിട്ടാണ്. ഓരോ ബാഗേജും കൃത്യമായി പരിശോധിച്ച് ഇപ്പോൾ അവർ തന്നെ മോഡസ് ഓപ്പറാൻഡി മാറ്റിയിരിക്കുകയാണ്. പല രീതിയിലാണ് മോഡസ്. ഇത് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, എക്സ്റേയിലൂടെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ സ്വർണ്ണമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ആ മോഡസ് ഓപ്പറാൻഡി കേരള പോലീസിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ഇൻ്റലിജൻസ് ഷെയറിങ്ങും ഒക്കെ നടത്തി ഇത് കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെ തടയാനുള്ള കോർഡിനേറ്റഡ് എഫർട്ട് ഉണ്ടാവും. അന്വേഷിക്കുന്നു. പക്ഷെ മലയാളികളായ നമ്മളെല്ലാവരും എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്നെ പറ്റിച്ചോ, ആരും വരുന്നില്ലെന്ന് കാണിക്കുക. ആരെങ്കിലും ബോർഡ് വെച്ചാൽ അവിടെ കൊണ്ട് പെൻഷൻ കിട്ടിയ പൈസ മുഴുവൻ അവിടെ ഇടുകയാണ്. എന്നെ എന്തുകൊണ്ട് പറ്റിക്കുന്നില്ലെന്ന് ആളുകൾ ചോദിക്കുന്നത്. എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ്. ഇവരുടെ ക്രെഡിബിലിറ്റി പോലും അന്വേഷിക്കാതെയാണ് ആളുകൾ പണം ഇടുന്നത്. അത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഒന്നല്ല, ഞാൻ ഈ ചാർജ് രണ്ടാമത്തെ തവണയാണ് ഹോം മിനിസ്റ്റർ ആവുന്നത്. രണ്ടാമത്തെ തവണ ചാർജ് എടുത്ത് ഇന്ന് വരെ എത്ര കേസുകളാണ് വരുന്നത്. ഇതൊന്നും പോപ്പുലർ ഫൈനാൻസസ്, നാട്ടിൽ എത്രയോ പാവങ്ങളുടെ പണമാണ് തട്ടിയത്. കേസിങ്ങനെ കിടക്കുകയാണ്, കോടതി കിടക്കുക, അവിടെ കിടക്കുന്നത് ഇങ്ങനെ അങ്ങ് പോകുക. അവർ വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ബെയിലെടുത്ത് പോവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടു കൂടി ഇതിനെ പോലീസ് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വി ആർ ഗോയിങ് ടു ഹാവ് എ സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. കാസർഗോഡ് ഒരു ക്ലീനിങ് കമ്പനിയുടെ ബോർഡ് വെച്ച് കൂൾ ലിപ്സ് എന്ന് പറഞ്ഞൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ പോലീസ് പരിശോധിച്ച് തന്നപ്പോൾ അത് ക്ലീനിങ് കമ്പനിയുടെ പേരാണ് എഴുതിയേക്കുന്നത്. അവിടെ പരിശോധിച്ചെന്ന് കണ്ടപ്പോഴാണ് ഒരു മെഷീൻ വെച്ചിട്ട് ഈ കൂൾ ലിപ്സ് ഉണ്ടാക്കുകയാണ്, ഈ കുട്ടികൾക്ക് കൊടുക്കുക.
കുറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ പുകയിലയുടെ അംശമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതില്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ കഴിയാത്ത സ്കൂളിൽ കൊടുക്കാനാണ് ലക്ഷക്കണക്കിന് കൂൾ ലിപ്സാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതുപോലെയുള്ള ഫാക്ടറികൾ വരെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പോലീസ് കണ്ടെത്തി, സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും കൂടെ കണ്ടെത്തിയാണ് ഇതിനെ ഓരോന്നിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാസലഹരിയുടെ പ്രധാന ഉറവിടങ്ങളൊന്ന് കർണാടകയാണ്. അവിടുത്തെ സർക്കാർ ഫലപ്രദമല്ലാത്തതുകൊണ്ടാണോ അവിടെ അങ്ങനെ നിർബാധം ആരോപിക്ക് തുടരാൻ കഴിയുന്നത്? കർണാടക മാത്രമല്ല, കേരളമുണ്ട്. അപ്പം നമ്മളതുകൊണ്ട് കർണാടക മുഖ്യമന്ത്രിയെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കും മറ്റേ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കർണാടക ഹോം മിനിസ്റ്റർ പ്രിയങ്ക് ഖാർഗെ 15-ാം തീയതി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഞങ്ങൾ ഇതിനെപ്പറ്റി വളരെ വിശദമായി കേരള പോലീസും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇത് കാസർഗോഡ് വളരെ അത്ഭുതമായിരുന്നു നമുക്ക്. കൂൾ ലിപ്സ് അത് വിദേശത്തേക്കും കർണാടകത്തിലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവാണ്. ഈ കുട്ടികൾക്ക് സ്കൂളിൽ ലഹരി മിഠായി അത് ഈ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് എതിരെയും നടപടിയെടുക്കാൻ ആലോചിക്കുകയാണ്. എന്ത് മര്യാദകളാണ് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുകയാണ് മിഠായി എന്ന് പറഞ്ഞു. ഈ പോലീസിന്റെ മുഖം മാറ്റുന്നു താങ്കൾ പറയുമ്പോഴും വ്യാജ പോക്സോ കേസിൽ കസ്റ്റഡിയിലെടുത്ത ആൾക്ക് ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വരുന്നു. അതേസമയം പെരുമ്പാവൂർ പോലുള്ള സംഭവങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ കഞ്ചാവ് വിൽപ്പന എന്ന് ആരോപിച്ച് തല മുട്ടടിക്കുന്നു. എങ്ങനെയാണ് പോലീസിനെ മാറ്റുന്നത് താങ്കൾക്ക് പറയാൻ കഴിയും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ദിവസമായിട്ട് ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോയിട്ട് ഒരു അതിക്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പെരുമ്പാവൂരുണ്ടായ നാട്ടുകാർ കയറി പറഞ്ഞു, അതൊന്നും അംഗീകരിക്കത്തില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞു, അങ്ങനെ ചെയ്തവരുടെ പേര് നടപടി എടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അതിക്രമവും ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇന്ന് തന്നെ കോഴിക്കോട് കേരളത്തിലും ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന 4 കുപ്രസിദ്ധ ഗുണ്ടകൾ പോലീസ് പിടിച്ചു. ചാലിശ്ശേരി എന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയത് മാവൂര് വെച്ച് പിടിച്ചു. എനിക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ഇപ്പോൾ ഇൻഫർമേഷൻ. പോലീസ് 4 ലോഡഡ് റൈഫിൾ പോലീസിനെതിരെ ചൂണ്ടി. എന്നിട്ട് ചെറിയ നാടൻ ബോംബ് എറിഞ്ഞു. എന്നിട്ടും പോലീസ് സമർത്ഥമായി ആ 4 പേരെയും പിടിച്ചു. നിങ്ങൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 4 പേരെയും പിടിച്ചു. കേരള പോലീസ് അതിനൊക്കെ വളരെ സമർത്ഥരായ പോലീസാണ്. ഒരു പ്രശ്നമുണ്ടായി തന്നെയല്ല, അതിങ്ങനെ അതിക്രമങ്ങൾ കാണിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് എല്ലാ സ്ഥലവും. എവിടെയെങ്കിലും ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പേര് നടപടിയെടുക്കാറുമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും ആകെ പൈലറ്റും എസ്കോർട്ടും ഉള്ളൂ. എനിക്കും അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് 52 വണ്ടിയോ ആംബുലൻസ് ഒന്നും ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ ഏതായാലും ഇല്ല. ഇല്ലാത്ത നേരത്തെ ഉള്ള കാര്യം ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പറയേണ്ടതൊക്കെ എപ്പോഴും പറഞ്ഞത് വെറുതെ ആവശ്യമില്ലാത്ത. കമ്മീഷണർ എന്നെ പറ്റിക്കൊന്നുമില്ല. എനിക്ക് കമ്മീഷണർ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കമ്മീഷണറായിട്ടിരിക്കുന്നത്. ആര് പറഞ്ഞാലും വസ്തുത എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 3 കേസ് അവർ പറഞ്ഞിട്ട് 3 കേസ് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷണം നടക്കുകയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ആഭ്യന്തരമന്ത്രിക്ക് കേസിൻ്റെ അന്വേഷണത്തിൽ ഇടപെടാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടല്ല ആഭ്യന്തരമന്ത്രിയാവുന്നു. അങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി ഇടപെടാറില്ല. കേസ് അന്വേഷിക്കേണ്ടത് പോലീസാണ്. അവരാദ്യം പ്രിലിമിനറി എൻക്വയറി നടത്തിയപ്പോൾ അതിനകത്ത് വലിയ കഴമ്പ് അവർക്ക് കണ്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം 3 FIR ഇട്ടു. ഒരു അന്വേഷണം നടക്കട്ടെ. എല്ലാ ദിവസവും ഇത് വെറുതെ വാർത്തയാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ചില കേസുകളിൽ പെറ്റീഷണർക്ക് തൃപ്തിയില്ലെങ്കിൽ അവർക്ക് കോടതി പോകാമല്ലോ. ചില പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ അതിൽ കഴമ്പില്ലെങ്കിൽ അവർ അന്വേഷിക്കത്തില്ല. ആഫ്റ്റർ എ പ്രിലിമിനറി എൻക്വയറി ഓൺലി ദേ ക്യാൻ രജിസ്റ്റർ ദ FIR. അപ്പോൾ അതുകൊണ്ട് കോടതി പോകാമല്ലോ. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അത്രയും ശക്തമാണ്. കോടതി പോകാൻ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അല്ല, അന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അന്ന് ആ വിവരം തന്നയാളിന് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അന്ന് SITയുടെ മുമ്പാകെ കൊടുത്തു. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് മൈ ഡ്യൂട്ടി ഈസ് ഓവർ അവിടെ കൊടുത്തതോടൊപ്പം പിന്നെ SIT അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു, വിവരങ്ങൾ മനസ്സിലാക്കി.
അന്വേഷിച്ചപ്പോൾ അതിൽ കഴമ്പില്ല എന്നാണ് കണ്ടെത്തിയതെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ ഒരു റെസ്പോൺസിബിളായൊരു ഒരു സിറ്റിസൺ എന്ന നിലയിൽ എന്നോട് ഒരാൾ ഉത്തരവാദിത്വപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഐ തോട്ട് ദാറ്റ് ഇറ്റ് ഈസ് മൈ ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി ടു അപ്രോച്ച് ദ SIT ആൻഡ് ഗിവ് ദ ഡീറ്റെയിൽസ്. ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത് SIT ആണ്. അവിടെ അത്രയേ ഉള്ളൂ എൻ്റെ ഉത്തരവാദിത്വം. അല്ല, SIT കോടതിയുടെ SIT പോലീസല്ല നോക്കുന്നത്, ഞങ്ങളാരും നോക്കാറില്ല. എൻ്റെ അടുക്കൽ റിപ്പോർട്ട് ആരും തരാറുണ്ട്, ആവശ്യമില്ല. അത് കോടതി മോണിറ്റേർഡായിട്ടുള്ള ഒരു അന്വേഷണമാണ്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കേസുകൾക്ക് പിൻവലിക്കാൻ പ്രയാസമാണ്, അത് കോടതിയിലാണല്ലോ. ചില കേസുകൾ പിൻവലിക്കാൻ പറ്റും, അതിനെപ്പറ്റിയുള്ള പരിശോധന നടത്തുക. സിനിമാ മേഖലയിലെ പരിശോധനകളെ സംബന്ധിച്ച് നമ്മൾ കമ്മീഷണറിന് മുമ്പ് പറഞ്ഞിരുന്നു, സെറ്റുകളിലൊക്കെ ഷാഡോ പോലീസിനെ വിന്യസിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പരിശോധനകൾ തുടങ്ങിയോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും നമ്മൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ടോ? പരിശോധന തുടങ്ങിയോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല, പെരുമ്പാവൂർ സംഭവം എല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. കാരണം അങ്ങ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കൃത്യമായി തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കാം, പോലീസിനോട് വിളിച്ചു പറയാം. അല്ലാണ്ട് അവർ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. അത് മറികടക്കണമെങ്കിൽ NDPS ആക്ടിൽ ഭേദഗതി വരുത്തണം. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഞാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ഈ കാര്യം പറയാനിരിക്കുകയാണ്. നമ്മുടെ MP-മാർ പാർലമെൻറ്റിൽ അത് ഉന്നയിക്കാനും ഇരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഓരോ ഇൻഡിവിജ്വൽ കേസും ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അല്ല, എനിക്കറിയാൻ പാടില്ലാത്ത ഞാൻ കേരളത്തിൽ 100 കണക്കിന് കേസുകൾ ഓരോ ദിവസം രജിസ്റ്റർ ചെയ്യും. നിങ്ങളങ്ങനെ എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ പർട്ടിക്കുലർ കേസ് പരിശോധിച്ചിട്ട് പറയാം. അവിടെ തന്നെ ഈ ആധാർ അച്ചടിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. പോലീസിന്റെ ഒരു പ്രത്യേക ശ്രദ്ധ, കാരണം ഭീകരന്മാരെ വരെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും, അതിന് പ്രത്യേക അന്വേഷണത്തിലേക്ക്. പെരുമ്പാവൂർ ആൻഡ് പായിപ്പാട് ഇൻ ചങ്ങനാശ്ശേരി, ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഫോർ ദീസ് മൈഗ്രൻ്റ് ലേബറേഴ്സ്. രണ്ട് ഞങ്ങളുടെ പോലീസ് നിരീക്ഷണത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ ഭീകരവാദ ബന്ധമുള്ള ആളുകളുടെ കൂടുതൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വധശിക്ഷയ്ക്ക് ശരിവെക്കപ്പെട്ടവരിൽ മലയാളികളുണ്ട്. അതിനെയെല്ലാം എങ്ങനെയാണ് നമ്മൾ ആഭ്യന്തര വകുപ്പ് കാണുന്നത്? അല്ല, അതിനൊക്കെ നമുക്ക് പ്രത്യേക ടാസ്ക് ഫോഴ്സുകളുണ്ട്. നമ്മൾ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാ വിവരങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. ഐ നോ എവറിഥിങ്, പക്ഷെ എനിക്ക് പറയാൻ പാടില്ല പല കാര്യങ്ങളും. ഞാൻ പരിശോധിക്കാം. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ പറയുന്നത്. നോക്കാതെ സംസാരിക്കാം, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ 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 അല്ല, അത് ആ കേസ് ഞാൻ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് വിടാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. എൻ്റെ മണ്ഡലം കൂടാണ്. ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ പോയി, അവരെന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് തന്നെ ADGP ക്രൈംസ് H. വെങ്കടേഷിനെ വിളിച്ച് സംസാരിച്ചു. ഇന്ന് ഞാൻ അത് ഓർഡറും കൊടുത്തു, ഞാൻ ഉത്തരവ് കൊടുത്തു സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് അന്വേഷിക്കട്ടെ. അല്ല, ക്യാബിനറ്റ് കൂടിയിട്ടല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനകത്തിപ്പം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. വിഴിഞ്ഞം ഓഹരിയെ സംബന്ധിച്ചൊരു ഫൈനൽ തീരുമാനവും എടുത്തിട്ടില്ല. ഗവൺമെൻറ് അറിയാതെ അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല.